ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് റഷ്യ സംരക്ഷണം ഒരുക്കിയിട്ടും ഇസ്രയേൽ അത് തകർക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം ഫെയിൽഡ് അറ്റംപ്റ്റായി മാറുന്നുണ്ടെങ്കിലും അവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നിർണായക വിവരം ഇപ്പോൾ അയത്തുള്ള അൽ ഖമനി രാജ്യത്തോട് മൊത്തമാകെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന് നേരെ ഏത് നിമിഷവും ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതിന് കാരണം തങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. തങ്ങളുടെ രാജ്യം കൃത്യമായും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഞങ്ങളുടെ പ്രോക്സി ഫോഴ്സുകൾ അവരെ എല്ലാ രീതിയിലും ശാന്തരാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ വീണ്ടും വീണ്ടും കടന്നാക്രമണം നടത്തുന്നു. ഗാസയിലെ പോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രു രാജ്യമായി അവർ കണക്കാക്കുന്ന ഇറാനെ മൊത്തത്തിൽ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെയും ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയും മാത്രമല്ല ഇസ്രയേൽ നോട്ടമിട്ടിരുന്നത്. ഇസ്രയേൽ പ്രധാനമായ ഇറാൻ്റെ തന്ത്രപ്രധാനമായ എണ്ണപ്പാട ശേഖരവും അതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട സിറ്റികളെയും ആക്രമിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ടെഹ്റാനെയും അതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാന ആണവ നിലയങ്ങളെയും തകർത്ത് ഭീതി പടർത്താനും ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താനും ഇസ്രയേൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇറാൻ അത് ശക്തമായി ചെറുത്തു തോൽപ്പിക്കുകയും ഇറാൻ്റെ കടന്നാക്രമണത്തിൽ, അതായത് മറുപടിയായുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ ഭയന്ന് വിറച്ച് അവർ വെടിനിർത്തലിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്തത്. നമുക്കറിയാം, അതിനുവേണ്ടി അമേരിക്കയാണ് ഇടപെട്ടത്. അമേരിക്കയ്ക്ക് കൃത്യമായി മനസ്സിലായി, കൂടുതൽ നേരം യുദ്ധ സാഹചര്യം നിലനിന്നാൽ ഇസ്രയേലിൻ്റെ അയൺ ഡോമുകൾ മാത്രമല്ല അവശേഷിക്കുന്ന പല പദ്ധതികളും പൊളിഞ്ഞടുങ്ങും എന്ന് മനസ്സിലായി. ഇറാനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത മൊസാദിലെ ചാരന്മാരെ കൃത്യമായി കയ്യോടെയാണ് പിടികൂടിയത്. അവരെ പലരെയും വധിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി തന്നെയാണ്. അതായത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ തകർക്കാൻ ഇറാന് പദ്ധതികൾ പലതുമുണ്ട്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് പല തരത്തിലുള്ള പിന്തുണയാണ് നൽകുന്നത്. ഇസ്രയേലിന് ഇപ്പോഴും ഇറാൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആണവ രാജ്യമാണ് എന്ന് ഇസ്രയേൽ ഊറ്റം കൊള്ളുമ്പോഴും ആണവ രാജ്യങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഉള്ളിടത്തോളം കാലം ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അയത്തുള്ള അൽ ഖമനി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിനും അതുപോലെ തന്നെ അവരുടെ താൽപോരിമയ്ക്കും തിരിച്ചടി കൊടുക്കാൻ ഉതകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. നിങ്ങൾ ഗാസയിൽ കാണിക്കുന്ന, ഫലസ്തീനിലെ നിരാലംബരോട് കാണിക്കുന്ന യുദ്ധമുറയൊന്നും ഇങ്ങോട്ടെടുക്കരുത്. ഇത് കളി വേറെയാണ്. കളിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അയത്തുള്ള അൽ ഖമനി.